അസൂസിൻ്റെ ഒരു ബഡ്ജറ്റ് മോഡലായ A320MK എന്ന മദർ ബോർഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 റാം സ്ലോട്ടാണ് വരുന്നത്. അപ് ടു 3200 MHz വരെ റാം സ്പീഡ് സപ്പോർട്ടാണ്. കൂടാതെ ഇതിൽ ഫ്രണ്ട് പാനൽ USB 3യും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ക്രൂഷ്യൽ ബ്രാൻഡിൻ്റെ 3200 MHzൻ്റെ 2 റാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. AMDയുടെ Ryzen 5 എന്ന പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോഡൽ നെയിം 4600G എന്നാണ്. ഇതിൽ ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡാണ് വരുന്നത്. അതായത് റാമിൽ നിന്നും ആവശ്യമായ ഗ്രാഫിക്സ് മെമ്മറി യൂസ് ചെയ്തിട്ട് ഈ പ്രോസസ്സർ പ്രവർത്തിക്കും. കൂടാതെ ഒരു ഫാന് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട കൂളിംഗ് ഒക്കെ ആ ഫാനിൽ നിന്ന് ലഭിച്ചോളും. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു കൂളറിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഗെയിമിങ്ങിനായാലും നോർമൽ യൂസിനായാലും ഡ്യുവൽ ചാനൽ റാം യൂസ് ചെയ്യുക. അതായത് 16 GB ഒരു സിംഗിൾ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് പകരം 8 GB ഡ്യുവൽ സ്റ്റിക്ക് യൂസ് ചെയ്യുക. ആൻറ്റി സ്പോർട്സ് എന്ന ബ്രാൻഡിൻ്റെ SI24 എന്ന CPU കേസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, ഒരു ക്ലാസിക് ലുക്കും ഈ കേസ് തരുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ 2 RGB സ്ട്രിപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ IO പാനൽ മദർ ബോർഡിൻ്റെ കൂടെ തന്നെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് മദർ ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. സ്ക്രൂ സോക്കറ്റ് മിസ്സിങ് ഉണ്ടെങ്കിൽ CPU ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ എടുത്തിരിക്കുന്ന പവർ സപ്ലൈ VS400 എന്ന മോഡലാണ്. അതും ആൻറ്റി സ്പോർട്സ് എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗ്രാഫിക്സ് പവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു ബിൽഡിംഗ് കോമ്പിനേഷനിൽ ഞാൻ എന്തായാലും ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു പവർ സപ്ലൈയുടെ ആവശ്യമേ ഉള്ളൂ. എല്ലാം കണക്ട് ചെയ്ത ശേഷം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ എന്ന്. വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 240 GB SSD ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇതിൽ M2 NVMe സ്ലോട്ട് അവൈലബിൾ ആണ് മദർ ബോർഡിൽ. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അത്യാവശ്യം കേബിൾ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്ത ശേഷം CPU ക്ലോസ് ചെയ്യാം. ഏസർ ബ്രാൻഡിൻ്റെ ഒരു ഫുൾ HD 21 ഇഞ്ച് മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 100 Hz സപ്പോർട്ടാണ്. കൂടാതെ AMD ഫ്രീസിംഗ് ടെക്നോളജിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു VGA പോർട്ട്, ഒരു HDMI പോർട്ട്, അതാണ് ഇൻപുട്ടായിട്ട് വരുന്നത്. യുവോപോക്സ് എന്ന ബ്രാൻഡിൻ്റെ ഒരു നോർമൽ കീബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ലൈറ്റ് കീബോർഡാണ്. അത്യാവശ്യം ഒരു നല്ല ഫീഡ്ബാക്ക് തരുന്ന കീസുമാണ്. സോ എല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ബയോസിൽ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് റാം ഓവർക്ലോക്ക് ആയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന മികച്ചൊരു കീബോർഡാണ്. കീബോർഡിന് മാച്ച് ആവുന്ന രീതിയിൽ CPUയുടെ ലൈറ്റ് സ്ട്രിപ്പും കാണാം.